സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ഇന്ന് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 20 മാർക്ക് ഇംഗ്ലീഷിൽ നിന്നും 10 മാർക്ക് മലയാളത്തിൽ നിന്നുമാണ്. അതാണ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് സി ആണ് ഇതിന്റെ ബുക്ക്ലെറ്റ് കോഡ്. ഓക്കെ, നമുക്ക് ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Yesterday, Tim parked in a restricted area and the police dashed his truck. ഇപ്പം പോലീസ് അദ്ദേഹത്തിന്റെ വണ്ടി, അതായത് ടിമ്മിന്റെ വണ്ടി പിടിച്ചെടുത്തു എന്നുള്ള അർത്ഥമാണ് വരേണ്ടത്. അതുകൊണ്ട് അതിന്റെ ഉത്തരം ഇംപൗണ്ടഡ് ആണ്. ഇംപൗണ്ടഡ് അതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ഐ വാസ് ഡാഷ് വെൻ ദേ റാങ് അപ്പ് ആൻഡ് ഇൻഫോംഡ് ദാറ്റ് ഐ ഹാഡ് വൺ എ ലോട്ടറി. അപ്പൊ ഇവിടെ ഒരു ഇഡിയം ഏതാണെന്ന് ചൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് ഒരു ലോട്ടറി അടിച്ചപ്പം ഉണ്ടായ ആ ഒരു സന്തോഷത്തിന്റെ ഒരു പ്രതീകമാണ്. അപ്പൊ അതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൺ ക്ലൗഡ് 9. അതൊരു ഇഡിയമാണ്. അതിന്റെ അർത്ഥം നമുക്ക് ഗൂഗിളിൽ നോക്കി ലഭിക്കുന്നതാണ്. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാൽ it was her first appearance in public as a performer in Bollywood movies. ഇപ്പം ഇറ്റാലിക്സിലായി കിടക്കുന്ന ഈ വാക്കുകൾക്ക് പകരമായുള്ള ഒറ്റ വേർഡ്, വൺ വേർഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ക്രിക്കറ്റിലൊക്കെ ഒരാള് ഫസ്റ്റ് അപ്പിയറൻസ് അല്ലെ ആദ്യ മാച്ച് കളിക്കുമ്പോൾ ഡെബ്യൂട്ട് മാച്ച് എന്ന് പറയും. അത് തന്നെയാണ് ഇവിടെയും ശരി ഉത്തരമായിട്ട് വരുന്നത്. ഡെബ്യൂട്ട് ആണ് ശരി ഉത്തരം, ഓപ്ഷൻ സി ഡെബ്യൂട്ട്. നാലാമത്തെ ചോദ്യം, ദ കമ്പനി സെലിബ്രേറ്റഡ് ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഓൾ ദിയർ ഗോൾസ്. ഇപ്പം ഇവിടെ അണ്ടർലൈൻ ചെയ്ത വേർഡിന്റെ ആന്റണിം കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ആന്റണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ് ആണ്, സെയിം മീനിങ് അല്ല, ഓപ്പോസിറ്റ് മീനിങ്. അക്കംപ്ലിഷ്മെന്റ് എന്ന വാക്കിന് ഉള്ള ഓപ്പോസിറ്റ്. അക്കംപ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു നേടുക, ഒരു വിജയിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അർത്ഥം വരുന്ന ഏതാ? അതെ, ഓപ്ഷൻ എ ഫെയിലിയർ ആണ്. ഓക്കെ, അതാണ് നാലാമത്തെ ചോദ്യത്തിന്. അടുത്തത്, ദ വെദർ ഈസ് സ്യൂട്ടബിൾ ഫോർ സോയിങ് സീഡ്സ്. ഈ സ്യൂട്ടബിൾ എന്ന് പറയുന്ന വാക്കിന് പകരമായുള്ള സിമിലർ വേർഡ്, ഇവിടെ ഓപ്പോസിറ്റ് അല്ല, സിമിലർ വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്, കോൺജൂനിയൽ. അടുത്ത ചോദ്യം, ചൂസ് ദ വേർഡ് ദാറ്റ് ഈസ് കറക്റ്റ്, ദാറ്റ് ഈസ് സ്പെൽഡ് ഇൻകറക്ട്ലി. ഇവിടെ തെറ്റായിട്ട് എഴുതിയിരിക്കുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഒറ്റ നോട്ടിൽ തന്നെ മനസ്സിലാകും. ഓപ്ഷൻ ബി ആണ്, ഓൺടർപ്രനറിന്റെ സ്പെല്ലിംഗ് ആണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു മറ്റൊരു ഭാഷയിലെ വാക്കാണ്, നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് റെസ്പോണ്ടസ് ഇൽ വോസ് പ്ലേറ്റ് മീൻസ്. ഇതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതാണ്. പ്ലേറ്റ്, സിൽവർ എന്നൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ പ്ലീസ് സെർവ് ഓൺ എ സിൽവർ പ്ലേറ്റ് എന്നൊക്കെ ആകാൻ സാധ്യതയുണ്ട്. പല കുട്ടികളും അത് എഴുതിയെന്നൊക്കെ പറയുന്ന കേട്ടു. അതല്ല ഉത്തരം. ഇതിന്റെ കൃത്യമായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആൻസർ പ്ലീസ്. അതിനുള്ളതാണ് റെസ്പോണ്ടസ് ഇൽ വോസ് പ്ലേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം. ഇതൊരു ഫ്രഞ്ച് വാക്കാണ് കേട്ടോ. ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ഒറ്റ വാക്കായിട്ട് ഉപയോഗിക്കുന്ന ഫ്രഞ്ച് വാക്കാണ്. ഓക്കെ, അടുത്തത്, ദ തീവ്സ് ഡാഷ് ദ അപ്പാർട്ട്മെന്റ് വൈൽ ദ ഫാമിലി വാസ് ഓൺ എ വെക്കേഷൻ. അപ്പം അകത്ത് പ്രവേശിച്ചു അല്ലെ, അപ്പാർട്ട്മെന്റിലേക്ക് കയറുക എന്നുള്ള ഒരു ഐഡിയ ആണ്. അതുകൊണ്ട് തന്നെ ബ്രോക്ക് ഇൻറ്റു ദ അപ്പാർട്ട്മെന്റിനകത്തേക്ക് കയറുക എന്നുള്ളതാണ്. സോ ബ്രോക്ക് ഇൻറ്റു ആണ് അതിന്റെ ആൻസർ, ഓപ്ഷൻ 9. ആന്റിനാസ് ഡാഷ് ഏബിൾ കോക്രോച്ചസ് ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ്. അതിന്റെ അവിടെ ഈ ഏബിളിന് മുമ്പുള്ള പ്രിഫിക്സ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആന്റിനാസ് കോക്രോച്ചസിനൊക്കെ ഉള്ള ആന്റിനാസ് അറിയാലോ അല്ലെ, കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അതിന് ഇവിടെ ഏബിളിന് മുമ്പായിട്ടുള്ള പ്രീഫിക്സ് എന്താണ്, അതായത് മുമ്പ് ഉപയോഗിക്കേണ്ട വാക്ക് ഏതാണെന്നാണ്. എനേബിൾ ആണ്, എൻ ആണ്, ഇ എൻ. ആന്റിനാസ് എനേബിൾ കോക്രോച്ചസ് ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ്. മറ്റൊരു ചോദ്യം, ദ ഫിനോമിനൻ ഓഫ് ഗ്ലോയിങ് സീ വാട്ടർ സിഗ്നിഫൈസ് ചേഞ്ചസ് ഇൻ ദ മറൈൻ എൻവയൺമെന്റ്.
ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കിന്റെ പ്ലൂറൽ വേർഡ് കണ്ടുപിടിക്കണം. ഫിനോമിനന്റെ പ്ലൂറൽ ഫിനോമിന. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഫിനോമിന. ഡാഷ് സപ്പോസ്ഡ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ്സ് ബൈ ആഫ്റ്റർനൂൺ. ഇത് നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടൂലേ. ഓരോന്ന് നോക്കിയേ. ഷുഡ് ഐ സപ്പോസ്ഡ് ടു നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. ആറിന്റെ ഐയുടെ കൂടെ നമ്മൾ ആർ ഉപയോഗിക്കാറില്ല. പിന്നെ ഏതാ വരുന്നത്? ആം ഐ സപ്പോസ്ഡ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ്സ് ബൈ ആഫ്റ്റർനൂൺ. അതാണ് കറക്റ്റ് ഉത്തരം. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി പോളിംഗ് 3 എന്നുള്ളതാണ് അതിന്റെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, സ്റ്റുഡൻസ് ആർ അഡ്വൈസ്ഡ് ടു റിഫ്രെയിൻ ഡാഷ് ബാഡ് കമ്പനി. നമുക്കത് വായിക്കുമ്പോൾ തന്നെ അറിയാം. റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും, ബാഡ് കമ്പനിയിൽ നിന്ന് ഒഴിഞ്ഞു മാറും. റിഫ്രെയിൻ ഫ്രം, റിഫ്രെയിന്റെ കൂടെ വരുന്ന വാക്ക് എപ്പോഴും ഫ്രം ആയിരിക്കും. ഓക്കെ, റിഫ്രെയിൻ ഫ്രം ബാഡ് കമ്പനി. എ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്ട്രൈക്ക് ഡാഷ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം പാർട്ടിസിപ്പേറ്റഡിനകത്ത് വന്നിരിക്കുന്ന വേർഡ് നമുക്കറിയാം ഡിഡ് പ്ലസ് പാർട്ടിസിപ്പേറ്റ് ആണ്. അപ്പം ഡിഡ് പാർട്ടിസിപ്പേറ്റ് വരുമ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് ഡിഡിൻറ്റ് ദേ. എ ഫ്യൂ വർക്കേഴ്സ് അത് പ്ലൂറൽ ആയതുകൊണ്ട് ദേ എന്ന് നമ്മൾ യൂസ് ചെയ്തു. ഡിഡിൻറ്റ് ദേ ആണ് അതിന്റെ ശരിയായ ഉത്തരം. വേർ ഈസ് ദ ബസ് സ്റ്റാൻഡ് സെഡ് ദ യങ് മാൻ. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക്, അതായത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാനുള്ള ഒരു ചോദ്യമാണ് വേർ ഈസ് ദ ബസ് സ്റ്റാൻഡ്. ഇതിന്റെ ശരിയായ ഉത്തരം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. ദ യങ് മാൻ വാണ്ടഡ് ടു നോ വേർ ദ ബസ് സ്റ്റാൻഡ് വാസ്. എങ്കിലും ചിലരൊക്കെ പറയുന്നുണ്ട് ദ യങ് മാൻ എൻക്വയർഡ് വേർ വാസ് ദ ബസ് സ്റ്റാൻഡ്. അത് ശരിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ അറിവ് ലഭിച്ച് ഓപ്ഷൻ സി തന്നെയാണ് ഉത്തരം. നമുക്ക് കൃത്യമായ ഉത്തരം ലഭിക്കുന്നത്. PSC എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയണമെങ്കിൽ അതിന്റെ ആൻസർ കീ ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. ഓക്കെ, എന്തായാലും ഓപ്ഷൻ സി തന്നെയാകാനാണ് സാധ്യത. അടുത്ത ചോദ്യം, ദ സിംഗർ പെർഫോംഡ് ഡാഷ്. ഇവിടെ 4 ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഏതാണ് അതിന്റെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ശരിയായ ഓർഡറിൽ എല്ലാ വേർഡ്സും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം 4 ക്വസ്റ്റ്യനിൽ at the concert for 2 hours melodiously for 2 hours at the concert for 2 hours melodiously at the concert for 2 hours. അപ്പം ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഏതാണ് അറേഞ്ച് ചെയ്യുമ്പോൾ the singer performed melodiously at the concert for 2 hours. Option B. I expressed my strong desire to learn dash kayaking dash canoeing to know the differences. അപ്പം ഇത് രണ്ടും പഠിച്ചിട്ട് അത് പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്. അതിൽ നിന്ന് ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കാന്നുള്ളത്. അപ്പം രണ്ടും പഠിക്കണം എന്ന് പറയുമ്പം ബോത്ത് കയാക്കിംഗ് ആൻഡ് കനോയിങ്. ഓപ്ഷൻ സി. Question number 87. There are no less than 50 packets of noodles in the carton. ഇത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. There are no less than 50 packets. അങ്ങനെ നമ്മൾ ഒരിക്കലും പറയത്തില്ല. അതിന് പകരം നമ്മൾ പറയുന്നത് there are no fewer than 50 packets of noodles in the carton. Okay. Next year I dash guitar for 20 years. അപ്പം അടുത്ത വർഷം ഫ്യൂച്ചർ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അടുത്ത വർഷം ഞാൻ ഗിറ്റാർ വായിക്കാൻ തുടങ്ങിയിട്ട് 20 വർഷമാകും എന്നാണ് അവിടെ അതിന്റെ ഒരർത്ഥം. അപ്പം അവിടെ എന്തായിരിക്കും വരണ്ടേ? I will play guitar for 20 years. ശരിയല്ലല്ലോ. പിന്നെ ഏതാ വരുന്നത്? I will have been playing guitar for 20 years. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. വരാനിരിക്കുന്ന ദിവസം, അതായത് അടുത്ത വർഷം ആകുമ്പോൾ ഞാൻ ഇത്ര വർഷം, അതായത് അടുത്ത വർഷം 20 വർഷമായിട്ട് ഞാൻ ഗിറ്റാർ വായിക്കുന്നു എന്നൊക്കെയുള്ള ഒരു മീനിങ്ങിലേക്ക് will have been playing guitar. Are we not going to finish the lesson today? പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ഇത് പാസീവ് വോയിസിൽ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ is the lesson going to be finished by us today? അതൊക്കെ നമ്മുടെ പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് പഠിച്ചപ്പോൾ നമുക്കറിയാം. ഓക്കെ, is the lesson going to be finished by us today? His teacher tried to correct him by giving വാല്യുബിൾ അഡ്വൈസസ്. നമുക്കത് വായിക്കുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ഒരു തെറ്റുണ്ടെന്നല്ലേ. കൃത്യമുണ്ട്. ഒരു തെറ്റ്, ഈ അറ്റിന് പകരം അവിടെ മറ്റൊരു വാക്ക് വരണം.
പിന്നെ മറ്റൊരു തെറ്റ് കൂടിയുണ്ട്. അഡ്വൈസസ് എന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല അല്ലേ? ഉപദേശങ്ങൾ എന്ന് പറയാറില്ല. ഓക്കെ, അതിന് പകരം അഡ്വൈസ് ആണ്. അപ്പം ഈ രണ്ടും ശരിയാക്കുമ്പോൾ ഹിസ് ടീച്ചർ ട്രൈ ടു കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസ്. ഓപ്ഷൻ സി ആണ് അതിന്റെ കൃത്യമായിട്ട്. ഓക്കെ, അഡ്വൈസിന് ഒരു പ്ലൂറൽ ഫോം ഇല്ല. അഡ്വൈസസ് എന്ന് പറയുന്ന ഒരു പ്ലൂറൽ ഫോം ഇല്ല. അതുപോലെ തന്നെ അഡ്വൈസിന്റെ സ്പെല്ലിംഗ് നമുക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ട് അഡ്വൈസസ് ADVICE ആണ്. ഓക്കെ, നമുക്കപ്പം ഇംഗ്ലീഷിന്റെ 20 ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി മലയാളത്തിലേക്ക് പോകാം. ഇതിൽ ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. അന്യരുടെ കുറ്റം പരസ്യമായി വെട്ടിത്തുറന്ന് പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. അപ്പൊ നമുക്ക് വായിക്കുമ്പോഴറിയാം പരസ്യമായി എന്ന് പറയുന്നത് തന്നെയാണ് വെട്ടിത്തുറന്ന് പറയുന്നത്. രണ്ടും ഒരേപോലുള്ള വാക്കുകളാണ്. അപ്പൊ അത് ശരിയല്ല. അന്യരുടെ കുറ്റം പരസ്യമായി തുറന്നു പറയുന്നത് നല്ല നയമല്ലെന്ന്. ഇവിടെയും രണ്ടും പരസ്യമായി തുറന്നു പറയുന്നത്. വീണ്ടും ഒരേപോലുള്ള വാക്കുകൾ വീണ്ടും റിപ്പീറ്റ് വരുന്നുണ്ട്. അന്യരുടെ കുറ്റം വെട്ടിത്തുറന്ന് പരസ്യമായി പറയുന്നു. അവിടെയും റിപ്പീറ്റഡ് ആണ്. ഓപ്ഷൻ ഡി നോക്കിയാൽ അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമാണ്, നല്ല നയമല്ല എന്ന കാര്യം എപ്പോഴും ഓർക്കണം. അപ്പൊ ഓപ്ഷൻ ഡി ആണ്, അവിടെ ആണ് കൃത്യമായിട്ട് വാക്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താഴെ കൊടുത്തവയിൽ ബഹുവചന രൂപമല്ലാത്തത്. ബഹുവചന രൂപം നമുക്ക് ഇവിടെ വായിക്കുന്നത് അവർ, അതായത് അവൻ അല്ലെങ്കിൽ അവളുടെ ബഹുവചനമാണ് അവർ. അതുപോലെ ചിലർ എന്ന് പറയുമ്പം അവിടെ ഒരു പ്ലൂറൽ വാക്കാണ്. ധീരർ എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ വാക്കാണ്. മാരാർ, പക്ഷെ അത് മാരാർ എന്ന് പറയുമ്പം ചില വ്യക്തികളെ നമ്മൾ പറയുന്നത്. അപ്പൊ മാരാർ എന്ന് പറയുന്നതാണ് ബഹുവചന രൂപം അല്ലാത്തത്. പാർവതി ജാനി എന്ന പദം ഘടക പദങ്ങളായി വേർതിരിക്കുക എങ്ങനെ? അതായത് നമ്മൾ വേർതിരിച്ച് പറയുമ്പോൾ എങ്ങനെ കൃത്യമായിട്ട് പറയും? പാർവതിയിൽ നിന്ന് ജനിച്ചവൻ, പാർവതിയുടെ ജനനിയായിട്ടുള്ളവൾ, പാർവതി ജായയായിട്ടുള്ളവൻ, പാർവതിയുടെ ജനകനായിട്ടുള്ളവൻ. കൃത്യമായ ഉത്തരം പാർവതി ജായയായിട്ടുള്ളവൻ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുക്കുക. സർപ്പന്യായം. ഓക്കെ, സർപ്പന്യായത്തിന്റെ ഉത്തരം വരുന്നത് വലിയവരെ പിന്താങ്ങുക. വലിയവരെ, ഇപ്പം വലിയ ആൾക്കാരെ പിന്താങ്ങിക്കൊണ്ട് സംസാരിക്കുന്നതിനെയാണ് സർപ്പന്യായം എന്ന് പറയുന്നത്. ഓക്കെ, പ്ര പ്ലസ് മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം ഏത്? പ്രമാണം എന്നത് നമുക്ക് ചിലപ്പോൾ തോന്നാം, പക്ഷെ പ്രമാണമല്ല, പ്രമനവും അല്ല, പ്രാമാണവും അല്ല. എന്റെ കൃത്യമായ ഉത്തരം ഓപ്ഷൻ ഡി, പ്രമാണം. പ്ര പ്ലസ് മാനം, പ്രമാണം. തുടക്കം തന്നെ ഒടുക്കവും ആയിത്തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? തുടക്കം തന്നെ ഒടുക്കവും. കുല പഴുക്കുമ്പോൾ സംക്രാന്തി, വീട്ടിലെ കാര്യവും വരമ്പത്തെ വീമ്പും, കഞ്ഞി പറിക്കലും കടലാട്ടവും ഒരുമിച്ച്, ഉറവ് തന്നെ വിളയിൽ കൈവച്ചു. അപ്പൊ തുടക്കം തന്നെ ഒടുക്കവും അത് കൃത്യമായിട്ട് വരുമ്പോൾ കഞ്ഞി പറിക്കലും കടലാട്ടവും ഒരുമിച്ച് എന്ന് പറയുന്നതാണ് ഇതിന്റെ കൃത്യമായിട്ട്. താഴെ കൊടുത്തവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിന്റെ മലയാള പരിഭാഷയായ പദം ഏത്? മാതൃഭാഷ നമുക്കറിയാം, മാതൃഭാഷ അല്ല ഒരിക്കലും സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്. പിന്നെ ദേശീയ ഭാഷയാണോ? നാഷണൽ ലാംഗ്വേജ് അല്ലേ? കൃത്രിമ ഭാഷയും അല്ല. സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാനക ഭാഷയാണ്. ഓപ്ഷൻ ബി. നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് അത് മനസ്സിലാവും. ഓപ്ഷൻ ബി മാനക ഭാഷയാണ് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്. പ്രേഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം തിരഞ്ഞെടുക്കുക. പ്രേഷകൻ നമുക്ക് കത്തൊക്കെ എഴുതുമ്പോൾ കത്തയക്കുന്ന ആൾ, സെൻഡർ ആണ് പ്രേഷകൻ. അപ്പൊ അതിന്റെ സ്ത്രീലിംഗ രൂപം ഓപ്ഷൻ സി ആണ്, പ്രേഷക. പ്രേഷക. താക്കോൽ എന്ന പദം തിരിച്ചെഴുതുന്നത് എങ്ങനെ? നമുക്കറിയാം താക്കോൽ എന്ന് പറയുന്നത് എന്നാ, താഴിനകത്തിടുന്ന കോലാണ് താക്കോല്. അപ്പം എങ്ങനെ എഴുതാൻ പറ്റും? ഓപ്ഷൻ ബി ആണ്, താഴ് പ്ലസ് കോല്. അങ്ങനെയാണ് അത് ചേർന്ന് വരുമ്പോൾ താക്കോലാണ്. ലോപിച്ചു പോകുന്നതാണ്. മലയാളത്തിലെ അവസാനത്തെ ചോദ്യം. താഴെ കൊടുത്തവയിൽ ശരിയായ പദരൂപം ഏത്? നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. വിദ്യാർത്ഥി എങ്ങനെയായിരുന്നു എന്നാണ്. നമ്മളെല്ലാവരും വിദ്യാർത്ഥികളായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഓപ്ഷൻ ഡി, വിദ്യാർത്ഥി എന്നുള്ളതാണ് അതിന്റെ ശരിയായ രൂപം. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഇംഗ്ലീഷും മലയാളവും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്ന് നടന്ന പരീക്ഷയുടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.